കാറ്റായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നാം എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുവാനായി ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് നല്ലൊരു പ്രഭാതം നൽകി. നമ്മുടെ ജീവിത മേഖലകൾ ഏതൊക്കെയായിരുന്നാലും വീണ്ടും അവൻ്റെ മുൻപിലായിരിക്കുവാനുള്ള ഒരു അനുഗ്രഹമാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്: നാം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. കൃതജ്ഞതയോടെ അവൻ്റെ മുൻപിൽ ജീവിക്കണം. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോടെ ഈ ഒരു ശുശ്രൂഷയിലേക്ക്, പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗം പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കാം. പഠനത്തിലായിരിക്കുന്ന എല്ലാ കുട്ടികളും, പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്നവർ, അതുമായി ബന്ധപ്പെട്ട് ആയിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. കർത്താവെ, അവർക്ക് ജ്ഞാനം നൽകി, വിവേകം നൽകി, അവരുടെ ജീവിത മേഖലകളിൽ വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്ത് തിരുവചനം പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മീയമായ നിറവും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. ഒരു പുതു ചൈതന്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തനങ്ങൾ 119, 175. സങ്കീർത്തനങ്ങൾ 119, 175. അങ്ങയെ സ്തുതിക്കുവാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയായിരിക്കട്ടെ. കൂട്ടം വിട്ട് ആടിനെപ്പോലെ ഞാൻ അലയുന്നു. അങ്ങയുടെ ദാസനെ തേടി വരണമേ. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകൾ ഞാൻ വിസ്മരിക്കുന്നില്ല. അങ്ങയെ സ്തുതിക്കുവാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ.
അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയായിരിക്കട്ടെ. കൂട്ടം വിട്ട ആടിനെപ്പോലെ ഞാൻ അലയുന്നു. അങ്ങയുടെ ദാസനെ തേടി വരണമേ. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകൾ ഞാൻ വിസ്മരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുകയാണ്, നാം അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവരായി തീരണമെന്ന്. കൽപ്പനകൾ വിസ്മരിക്കാതെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവരായി നാം മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തകൻ്റെ പ്രാർത്ഥന, അങ്ങയെ സ്തുതിക്കുവാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ, അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയായിരിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് രക്ഷയ്ക്കെത്തുന്നതും എപ്പോഴും നമ്മെ സഹായിക്കുന്നതും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങളാണ്, ചട്ടങ്ങളാണ്. അതായത് കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകൾ, കർത്താവ് നൽകിയിരിക്കുന്ന ചട്ടങ്ങൾ, കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹങ്ങളായി തീരും. എപ്പോഴാണോ അതിൽ നിന്ന് വ്യതിചലിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകുന്നത്, എപ്പോഴാണോ അതിൽ നിന്ന് അകലുവാനായിട്ടൊരു താല്പര്യം നാം കാണിക്കുന്നത്, എപ്പോഴാണോ ആ കൽപ്പനകളെ വേണ്ട വിധം പരിഗണിക്കാതെ മാറ്റി നിർത്തുന്നത്, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ തുടങ്ങുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെയൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ചില മേഖലകളിൽ ഞാൻ പരാജയപ്പെട്ടതിൻ്റെ കാരണം കർത്താവിന് കൊടുക്കേണ്ട ആ സ്ഥാനം ഞാൻ കൊടുക്കാത്തതാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കാത്തതാണ്. ദൈവത്തിൻ്റെ വാക്കിനേക്കാളും മനുഷ്യൻ്റെ വാക്കിന് ഞാൻ വില കൊടുത്തു. ദൈവത്തെ മാറ്റി നിർത്തി. അവൻ്റെ പ്രചോദനങ്ങളെ ഞാൻ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. അവനിൽ നിന്ന് ഞാൻ അകന്നു. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമായി തീർന്നത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, കർത്താവ് പറയുന്നത്, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, കർത്താവിൻ്റെ വചനങ്ങൾ, കർത്താവിൻ്റെ കൽപ്പനകൾ, കർത്താവിൻ്റെ ആജ്ഞകൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് തിരുവചനം പറയുകയാണ്. കൂട്ടം തെറ്റി ആടിനെ പോലെ ഞാൻ അലയുന്നു, അങ്ങയുടെ ദാസനെ തേടി വരണമേ. അലച്ചിലാണ് കൂട്ടം തെറ്റിയ ആട്. അതിനൊരിക്കലും സന്തോഷമില്ല. കൂട്ടം തെറ്റിയ ആടിൻ്റെ പ്രത്യേകത അതാ, അതൊരിക്കലും സന്തോഷിക്കുന്നില്ല. അത് കൂട്ടം തെറ്റിപ്പോയി. എന്നാൽ കൂട്ടം തെറ്റിയില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പോയേക്കാം, എവിടെയെങ്കിലും നടക്കാമെന്ന് വിചാരിക്കുന്നില്ല. അതിൻ്റെ മനസ്സ് മുഴുവനും ദുഃഖമാണ്, ഏകാന്തതയാണ്, ഭയമാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഉത്കണ്ഠ ആ ആടിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് പേടിച്ച് ഭയപ്പെട്ട് അവിടേക്കും ഇവിടേക്കും നോക്കുന്നത്. സാധാരണഗതിയിൽ ആടുകൾ ഭയം വന്നു കഴിഞ്ഞാലാണ് തല ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അധികമായിട്ട് നോക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെ ഭയം കടന്നു വരിക. എന്തുകൊണ്ടാണ്? കൂട്ടം തെറ്റിപ്പോയി, ഏകാന്തത കടന്നു വന്നു, തനിച്ചുള്ള എന്ന ചിന്തയായി, യജമാനനെ കാണുന്നില്ല. അങ്ങനെയുള്ളൊരു മേഖലയിൽ ആ ആടിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സങ്കീർത്തകൻ പറയുന്നത്, കൂട്ടം വിട്ട ആടിനെ പോലെ ഞാൻ അലയുന്നു, അങ്ങയുടെ ദാസനെ തേടി വരണമേ കർത്താവേ. കൂട്ടം വിട്ട ആടിനെ പോലെ ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ അതിന് മുൻപോട്ട് പോലും നീങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരവസ്ഥ ഉണ്ടാവാം. എവിടേക്ക് പോകണമെന്നറിയാത്ത ഒരവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയാണ്. എവിടെയാണ് ബാക്കിയുള്ള എല്ലാവരും ആ കൂട്ടത്തിലുള്ളവർ എന്ന ഒരു ചിന്ത, അത് ഭയത്തിലേക്കും ദുഃഖത്തിലേക്കും ഒരു ആടിനെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞേ, ഞാനും അതേ അവസ്ഥയിലാണ് കർത്താവേ. കൂട്ടം വിട്ട ഒരു ആടിനെ പോലെ ഞാൻ നോക്കിയിരിക്കുക ഇടയന് വേണ്ടി. എന്നെ തേടി വരണമേ എന്ന് ഒരു വലിയൊരു പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നൊക്കെ അകന്ന് നമ്മൾ പരാജയത്തിലും പ്രതിസന്ധിയിലും അപമാനത്തിലും ദുഃഖത്തിലും സകലതും നശിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടതും മറ്റൊന്നുമല്ല, കർത്താവേ, കൂട്ടം തെറ്റിയ ഒരാടിനെ പോലെയാണ് ഞാൻ. എന്നെയും അങ്ങ് തേടി വരണമേ, എന്നെയും അങ്ങ് തേടി വരണമേ, എന്നെ അനുഗ്രഹിക്കണമേ. തീർച്ചയായിട്ടും ആ മേഖലയിൽ വലിയൊരു ദൈവീക ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ യജമാനൻ ഒരിക്കലും തൻ്റെ ആടിനെ തള്ളിക്കളയല.
യജമാനൻ ഒരിക്കലും തൻ്റെ ആടിനെ തള്ളിക്കളയല. ആട്ടിടയൻ ഒരിക്കലും തൻ്റെ ആടിനെ തള്ളിക്കളയല. അത് കൂട്ടം തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അത് പോട്ടെ എന്ന് വിചാരിക്കില്ല. എനിക്ക് കുറേ ആടുകളുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയില്ല. ഒന്ന് പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കില്ല. അതിനെ തേടി അലയുന്ന ഒരാളാണ് യഥാർത്ഥത്തിലുള്ള ഇടയൻ. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടെത്തി അതിനെയും കൂട്ടത്തോട് ചേർത്ത് നിർത്തി മുൻപോട്ട് നയിക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ. ഒരാട് പോകുമ്പോൾ ഇടയൻ്റെ മനസ്സാണ് പിടയുന്നത്. ഒരാട് പോകുമ്പോൾ കൂട്ടം തെറ്റുമ്പോൾ കാണാതായി കഴിയുമ്പോൾ ഇടയൻ്റെ മനസ്സാണ് പിടയുന്നത്. അപ്പോൾ അതാണ് ഇടയൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഒരേ രീതിയിൽ ചേർത്ത് നിർത്തി സ്നേഹിക്കുന്നതാണ് ഇടയൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, കൂട്ടം തെറ്റി ആടിനെ പോലെയാണ് ഞാൻ, എന്നെ തേടി വരണമേ എന്ന്. തേടി വരുന്ന ഇടയന് ഒരിക്കലും ആടിനെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ കൊല്ലാൻ തുടങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തും. അതോടുകൂടി ആ ആടിൻ്റെ ഭയം അതിനെ വിട്ടുപോകും. ആ ആടിൻ്റെ ഭയം അതിനെ വിട്ടുപോകും. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ആ ആട് ഓടി വന്ന് ഇടയനോട് ചേർന്ന് നിൽക്കുകയാണ്. ഇടയനോട് ചേർന്ന് നിൽക്കുക. ഇടയനെ വിട്ടു പോകുന്നില്ല. പിന്നെ ഇടയനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇടയനോട് ചേർന്ന് നിൽക്കുന്ന ഒരാടിനെയാണ് നമ്മൾ കാണുന്നത്. അതാണ് കൂട്ടം തെറ്റിപ്പോകുന്ന ആടിൻ്റെ ഒരു പ്രത്യേകത. ഒരല്പസമയം കഴിയുമ്പോഴാണ് അതിനൊരു ആശ്വാസം ലഭിക്കുന്നത്. അപ്പോൾ ഇടയനോട് ചേർന്ന് നിന്ന് ആശ്വാസം ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ചേർന്ന് നിൽക്കേണ്ടവനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭയം വിട്ടുപോകുന്നതും ആശ്വാസം ലഭിക്കുന്നതും ധൈര്യം ലഭിക്കുന്നതും. അപ്പോൾ വളരെ സന്തോഷത്തോടെ ആ ആട് മുൻപോട്ട് നടന്നു പോവുകയാണ് തൻ്റെ ഇടയനോടൊപ്പം. അതാണ് ആടിൻ്റെ ഒരു പ്രത്യേകത, ഇടയൻ്റെ പ്രത്യേകതയും. എല്ലാത്തിനെയും ചേർത്ത് നിർത്തി സ്നേഹിക്കുന്ന ഇടയൻ. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തകൻ പ്രാർത്ഥിച്ച്, കൂട്ടം വിട്ട ആടിനെ പോലെ ഞാൻ അലയുന്നു, അങ്ങയുടെ ദാസനെ തേടി വരണമേ. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകൾ ഞാൻ ഒരിക്കലും മറക്കുകയില്ല, വിസ്മരിക്കുകയില്ല. ഇനി ഒരിക്കലും ആ കൽപ്പനകളെ വിട്ട് ഞാൻ മുൻപോട്ട് പോകില്ല. ഈ ഒരു തീരുമാനം. കാരണം എപ്പോഴോ ഏതോ സാഹചര്യത്തിൽ എവിടെയൊക്കെയോ വീഴ്ചകൾ വന്നതുകൊണ്ട്, ആ കൽപ്പനകളെ പാലിക്കാത്തതുകൊണ്ട് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ പരാജയവും നമ്മെ ഓരോ ബോധ്യത്തിലെത്തിക്കണം. ഓരോ വീഴ്ചയും നമ്മെ ഓരോ ബോധ്യത്തിലെത്തിക്കണം. അത് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കണം. ഒരിക്കലും ആ കുഴിയിൽ കിടക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെ നിന്ന് എഴുന്നേൽക്കുക, ഇടയന് വേണ്ടി കാത്തിരിക്കുക, ഇടയന് വേണ്ടി നിലവിളിക്കുക. ആ ആടിൻ്റെ സ്വരം കേൾക്കുന്ന ഇടയൻ, ആ ഇടയൻ എത്ര കഷ്ടതയിലാണെങ്കിലും ആ ആടിനെ അന്വേഷിച്ച് ആ ദുർഘടം പിടിച്ച വഴികളിലൂടെ അതിനെ കണ്ടെത്തുവാനായിട്ട് പോവുകയാണ്. ആ ഒരു മനോഭാവത്തിൽ ഈശോ നമ്മെയും വിളിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന പരാജയങ്ങളിൽ നഷ്ടപ്പെട്ട ദൈവീക കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വീണ്ടും നൽകുവാൻ കൂട്ടം തെറ്റിയ ആടിനെ പോലെ അലയുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ബലഹീനതകളെയും സമർപ്പിക്കാം. കർത്താവിൻ്റെ സ്വരത്തിനായിട്ട് നമുക്ക് ചെവി ചായ്ക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ചെവികളെ കർത്താവിന് സമർപ്പിക്കാം. അവൻ്റെ സ്വരം ശ്രവിക്കുന്നവൻ അനുഗ്രഹീതനാണ്. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമ്മുടെ ജീവിതത്തെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ ഒരുപക്ഷെ കൂട്ടം തെറ്റിയ അവസ്ഥയിൽ നാം മുമ്പോട്ട് പോകുന്നുണ്ടാവാം. ആ മേഖലകളെയൊക്കെ സമർപ്പിക്കാം. എന്നാലും തേടി വരുന്ന ഒരു യേശുവുണ്ട്. അവന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു മനസ്സ്, അത് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗം നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബ ആവശ്യങ്ങളെ സമർപ്പിക്കാം. സാമ്പത്തിക മേഖലകൾ സമർപ്പിക്കാം.
രോഗമേഖലകൾ സമർപ്പിക്കാം. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആകുലതകൾ സമർപ്പിക്കാം. രോഗികളെ സമർപ്പിക്കാം. പീഡിതരെ സമർപ്പിക്കാം. അപമാനത്താൽ ദുഃഖിക്കുന്നവരെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, പഠന മേഖലയിലായിരിക്കുന്ന കുട്ടികൾ, എല്ലാവരെയും ഓർത്ത് സമർപ്പിക്കാം. ദൈവസ്വരം ശ്രവിച്ച് മുൻപോട്ട് പോകുവാനും ജ്ഞാനത്തിൽ വളരുവാനും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് നമുക്ക് ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. മരിയം കൂടാരങ്ങളിലായിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം സാധിക്കുന്നത്ര ദൈവസന്നിധിയിലായിരുന്ന് വചനം വായിക്കുവാനും ജപമാല ചൊല്ലുവാനും അങ്ങനെ ഈ മരിയം കൂടാരങ്ങളിലായിരിക്കുന്നവരോട് ചേർന്ന് ആ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുവാനും യേശുവേ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ആ നിയോഗത്തോടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ സകല വിശുദ്ധരുടെയും പ്രത്യേക മധ്യസ്ഥവും യാചിക്കാം. പ്രത്യേകിച്ച് ഇടവക വിശുദ്ധൻ്റെ മധ്യസ്ഥം യാചിക്കാം. അതേപോലെ പേരിൻ്റെ കാരണബോധരായ വിശുദ്ധരുടെ മധ്യസ്ഥം യാചിക്കാം. ഇന്നേ ദിവസം വിശുദ്ധരുടെ എല്ലാം മധ്യസ്ഥം നമുക്കുണ്ടാവട്ടെ. സകല മാലാഖമാരുടെയും കാവൽ മാലാഖമാരുടെയും പ്രത്യേകമായിട്ടുള്ള സഹായവും സംരക്ഷണവും നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം.
തിരുസഭയോട് ചേർന്ന് നമുക്കെല്ലാവർക്കും ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും എല്ലാ മെത്രാന്മാരോടും എല്ലാ വൈദികരോടും സമർപ്പിതരോടും എല്ലാ സന്യസ്തരോടും ദൈവജനത്തോടും ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.